അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ കാറിൻ്റെ RPM എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് തന്നെ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്തും നമ്മളിപ്പോൾ ക്ലച്ചിൽ നമ്മൾ കാല് പ്രസ് ചെയ്യുന്ന സമയത്ത് വല്ലാണ്ട് RPM അങ്ങോട്ട് കയറും, വണ്ടി നല്ല രീതിക്ക് റേസ് ആകുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇത്തരത്തിലൊരു കംപ്ലൈൻറ്റ് നിങ്ങളുടെ വണ്ടിയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 14,000 രൂപ എടുത്ത് മാറ്റി വെച്ചോ, വേറെ ഒന്നും ചെയ്യാനില്ല. ഈ കാണുന്നതാണ് നമ്മുടെ എയർ കൺട്രോളർ വാൾവ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് കംപ്ലൈൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രീതിയിലുള്ള പൊട്ടലോ ഡാമേജോ ഉണ്ടെങ്കിൽ നമ്മുടെ കാറിൻ്റെ RPM ഇങ്ങനെ കുത്തനെ കയറാനുള്ള ഒരു മെയിൻ കാരണമാണിത്. നമ്മുടെ ഹ്യൂണ്ടായികളുടെ വണ്ടിക്ക് മെയിനായിട്ട് ഹ്യൂണ്ടായിയുടെ വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സാൻഡ്രോക്ക് മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു സംഭവം. അതായത് ഈ ഒരു വാൾവിൻ്റെ കംപ്ലൈൻറ്റ്, നമ്മുടെ ISI വാൾവിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഈ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് വരുന്നത്. ഈ ഒരു വാൾവിൻ്റെ പരിസരത്ത് ചില രീതിയിൽ പൊട്ടലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡാമേജോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാൾവ് എയർ വലിക്കുന്നത് ഔട്ടാകുന്ന ഒരവസ്ഥ വരും. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ വണ്ടിയുടെ RPM കുത്തനെ കയറുന്നത്, നമുക്ക് വാഹനം ഒരുപാട് റേസിംഗ് ആകുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വാൾവിനെന്ന് പറഞ്ഞാൽ നോർമലി പറയുകയാണെങ്കിൽ ഒറിജിനൽ വാൾവ് ആണെങ്കിൽ ഏതാണ്ട് 14,000 രൂപയോളം വിലയുണ്ട്. പക്ഷേ മാർക്കറ്റ് പ്രൈസിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഒറിജിനൽ അല്ലാതെ മറ്റ് ചില വാൾവുകളും നിങ്ങൾക്ക് ലഭ്യമാണ്. ഏതായാലും പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഏതൊരു പാർട്സ് ആയാലും അത് ഒറിജിനൽ തന്നെ വാങ്ങണം. അല്ലാത്ത രീതിയിലും നിങ്ങൾക്ക് വാൾവുകൾ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഈ ഒരു വാൾവിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വ്യക്തമായിട്ടൊന്ന് കണ്ടു നോക്കുക ഏതാണ് സംഭവം എന്ന്. അപ്പോൾ ഹ്യൂണ്ടായിയുടെ വണ്ടികൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കെല്ലാം ചില സമയത്ത് നേരിടേണ്ടി വന്നൊരു പ്രശ്നമായിരിക്കും ഈ ഒരു RPM കൂടുന്ന ഒരു പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് കാറിൻ്റെ ഈ ഒരു പാർട്ടാണ്. ഇതാണ് നമ്മുടെ എയർ കൺട്രോളർ വാൾവ് കേട്ടോ. ഇത് ഞാൻ വണ്ടിയിൽ നേരിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഒരു പാർട്ടാണ് നമ്മുടെ എയർ കൺട്രോളർ വാൾവ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു സംഭവം വരുന്നത്. ഒറിജിനൽ ആയിട്ടാണ് ഈ ഒരു പാർട്സ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ പാർട്സിന് 14,000 രൂപയോളം വില വരുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ അടുത്തുള്ള ഈ ഒരു കോയിലും നമുക്ക് ഈ ഒരു ട്യൂബും നമുക്ക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ മാറ്റണം. ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലേഖടിപ്പിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലോ കൊടുത്ത് ഇത് ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മെയിനായിട്ടുള്ള വാൾവും അതുപോലെ തന്നെ ഈ വണ്ടിയിൽ വന്ന വർക്കുകളും. നമ്മുടെ ഹ്യൂണ്ടായിയുടെ വണ്ടിക്ക് മെയിനായിട്ട് വരുന്ന പ്രോബ്ലമാണ് ഈ പറയുന്ന എയർ കൺട്രോളർ വാൾവിൻ്റെ പ്രശ്നം. ഈ ഒരു വാൾവിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ RPM ഇങ്ങനെ കൂടുന്നത്. നിങ്ങളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവാം. ഹ്യൂണ്ടായിയുടെ സാൻഡ്രോ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം RPM എങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ക്ലച്ചിൽ നമ്മൾ കാലുവെക്കുന്ന സമയത്ത് വാഹനം നല്ല രീതിക്ക് റേസ് ആകുന്ന ഒരു അവസ്ഥ, ആ ഒരു കംപ്ലൈൻറ്റ് വരുന്നത് ഈ ഒരു എയർ കൺട്രോളർ വാൾവിൻ്റെ പ്രശ്നമാണ്. 14,000 രൂപ മുതൽ 1,500 രൂപക്ക് വരെ ഈ ഒരു വാൾവ് കിട്ടുന്നുണ്ട്. എന്നാൽ ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ഏത് പാർട്സ് ഇടണം എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വം ഇരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനമാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ഒറിജിനൽ ഇടുക എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം വാഹനമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടിച്ചു കൊണ്ടുപോകേണ്ട വാഹനം ഒരു ലോക്കൽ പാർട്സാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഒരിക്കലും അതിന് കിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന എയർ ഫിൽറ്റർ മുഖാന്തരമുള്ളതോ അല്ലെങ്കിൽ ഈ വാൾവിൻ്റെ കംപ്ലൈൻ്റ് ഒന്നും നമുക്ക് സ്ക്രീനിൽ ഒരിക്കലും വാർണിംഗ് ലൈറ്റായിട്ട് നമുക്ക് കാണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നം, അതായത് RPM അധികമാകുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള മിസ്സിങ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ടെക്നീഷ്യനെ കാണിക്കണം. നിങ്ങൾ ഒരു കാരണവശാലും ലാഗ് അടിപ്പിച്ചുകൊണ്ട് നമ്മൾ പിന്നെ കാണിക്കാം അല്ലെങ്കിൽ സമയം വരട്ടെ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ വാഹനം ഉപയോഗിച്ച് പോകുമ്പോൾ വാഹനം കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പണി തരും. കാരണം അത്രയും പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ പറഞ്ഞ ഈ ഒരു എയർ കൺട്രോളർ വാൾവിൻ്റെ ആ ഒരു അവസ്ഥ. ഇത്തരത്തിൽ നിങ്ങൾക്ക് RPM അധികമാകുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വാൾവ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. നിങ്ങളിപ്പോൾ ഒരു വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് 14,000 രൂപ കൊടുത്ത് ഒരു ഒറിജിനൽ പാർട്സ് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു പാർട്സിന് മാത്രം 14,000 രൂപ ഒരു വാൾവ് മാറ്റാൻ. ആ വാൾവ് മാറ്റുന്നതും അവരുടെ മറ്റ് ടെക്നീഷ്യൻ്റെ ഫീസൊക്കെ കൂടെ ഒരു 10,000 അല്ലെങ്കിൽ ഒരു 16,000 രൂപ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോസ്റ്റായിട്ട് വരും. ഈ 14,000 രൂപ എന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു വാൾവിൻ്റെ ഒറിജിനൽ വാൾവിൻ്റെ പ്രൈസാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്കിപ്പം മാർക്കറ്റിൽ ലോക്കൽ പാർട്സുകളും അവൈലബിൾ ആണ് ഇതിൽ താഴെയുള്ള റേറ്റിൽ. അതായത് 1,500 രൂപ മുതൽ ഈ ഒരു വാൾവിന് റേറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട്.
പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കാറ് ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾക്ക് കൃത്യമായി ഓടിച്ചു കൊണ്ട് പോകണമെങ്കിൽ ഒരു കംപ്ലൈൻറ്റും വരാതെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ള പാർട്സുകൾ തന്നെ യൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുക. കാരണം നിങ്ങളിപ്പോൾ ഒരു വാഹനം ഉപയോഗിക്കുന്ന ആളാണ് എന്ന് സങ്കല്പിക്കുക. നിങ്ങളിപ്പോൾ ഒരു ദൂരയാത്ര പോകുന്നു എന്ന് കരുതുക. അത്തരത്തിലുള്ള സാഹചര്യം വർക്ക്ഷോപ്പുകളോ അല്ലെങ്കിൽ മറ്റുള്ള ടെക്നീഷ്യനോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ യാത്ര പോകുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഒരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷം തന്നെ നിങ്ങൾക്ക് സൃഷ്ടിച്ചേക്കാം. കാരണം കയറ്റം പോലുള്ള സാഹചര്യം ഒക്കെ വരുന്ന സമയത്ത് വാഹനം ചിലപ്പോൾ ഓഫായി പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടെക്നീഷ്യൻ്റെ ഹെൽപ്പില്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ നിന്ന് റിക്കവർ ആക്കാൻ പറ്റില്ല വാഹനം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് പാർട്സ് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിലും പറ്റുകയാണെങ്കിൽ അത്യാവശ്യം പ്രൈസിൻ്റെത് തന്നെ നിങ്ങൾ വാങ്ങിച്ചിടാനേ ഞാൻ പറയുള്ളൂ. പിന്നെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അത് പല ആൾക്കാർക്കും പല തരത്തിലാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനമാകുമ്പോൾ അതിന് എത്രത്തോളം ജെന്യുവൻ ആയിട്ടുള്ള പാർട്സ് ഇടണം എന്നുള്ള ഒരവസ്ഥയും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം പറയുന്നത് പാർട്സിൻ്റെ ആ ഒരു ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ലോക്കൽ പാർട്സുകളാണ് ഇടുന്നതെങ്കിൽ ചിലപ്പോൾ അതിന് ഒരുപാട് ലൈഫ് കിട്ടിയെന്ന് വരില്ല. അപ്പം നിങ്ങൾ ഈ ഒരു പൈസ കൊടുത്ത് നിങ്ങൾ പാർട്സ് വാങ്ങി ആ ഒരു പാർട്സ് നിങ്ങൾ ഉപയോഗിച്ചു, അത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അത് മാറ്റേണ്ട ഒരു സാഹചര്യം വരും. ഒറിജിനൽ പാർട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഭാഗം നിങ്ങൾക്ക് ഈ ഒരു സംഭവം കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും, വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല എന്നുള്ള കാര്യം. അതുപോലെ തന്നെ വാഹനത്തിന് വരുന്ന ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ, വാൾവ് മുഖാന്തരമുള്ള ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് നിങ്ങൾ ഒരിക്കലും ലേഖടിപ്പിക്കാൻ വേണ്ടി പാടില്ല. ഈ ഒരു കംപ്ലൈൻറ്റ് വന്നു, നിങ്ങളത് കുറച്ച് പോകട്ടെ അല്ലെങ്കിൽ നമുക്ക് പിന്നീട് കാണിക്കാം എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും വെക്കരുത്. വാഹനത്തിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ടെക്നീഷ്യനെയോ അല്ലെങ്കിൽ ഒരു സർവീസ് സെൻ്ററിലോ നിങ്ങൾ 100% ഉറപ്പിൽ വളരെ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെടണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വാഹനം എപ്പം വേണമെങ്കിലും പണി തരാം. കാരണം നിങ്ങൾ യാത്ര ചെയ്യുന്ന സാഹചര്യമാണ്, ആളുകളില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ, നിങ്ങൾക്ക് 4 വീലർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങളെ എത്തിക്കണമെങ്കിൽ നിങ്ങൾ അതിന് കൃത്യമായ രീതിയിലുള്ള വർക്കുകൾ നിങ്ങൾ എടുത്തിരിക്കണം. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക. അല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിലോ നല്ലൊരു വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസ് സെൻ്ററിലോ കൊടുത്തു കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുക. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യം നിങ്ങൾ സർവീസ് സെൻ്ററുകാർ കണ്ടുപിടിക്കട്ടെ അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകാർ കണ്ടുപിടിക്കട്ടെ എന്നും പറഞ്ഞ് നിൽക്കരുത്. എന്താണ് നിങ്ങൾക്ക് വാഹനത്തിൽ ബുദ്ധിമുട്ടുന്ന ആ ഒരു പ്രശ്നം, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നം എന്താണ് വാഹനത്തിൽ നിങ്ങൾക്ക് തോന്നിയത്, ഈ ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇന്ന ഒരു സംഭവമുണ്ട്, ഇപ്പോൾ ഈ പറയുന്ന പോലെയുള്ള നിങ്ങൾക്ക് റേസിംഗ് അധികമാകുന്ന പ്രശ്നമാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുത്താൽ മതി. ഇങ്ങനെ ഞാൻ വാഹനം ഓടിക്കുന്ന സമയത്ത് വാഹനം റേസിംഗ് ആവുന്നു എന്നുള്ള കാര്യം. ഈ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം ഭൂരിപക്ഷ ആൾക്കാരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ സർവീസിനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാ പ്രശ്നങ്ങളും കണ്ടുപിടിച്ചോളും എന്നുള്ളൊരു ധാരണ പല ആൾക്കാർക്കും ഉണ്ട്. എന്നാൽ സർവീസ് കഴിഞ്ഞ് തിരിഞ്ഞു വന്നിട്ടും പിന്നെയും ആ പ്രശ്നം തന്നെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്, സർവീസ് സെൻ്ററുകാരെ ചീത്ത വിളിക്കാൻ പോയതും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട. കാരണം സമയവും അല്ലെങ്കിൽ പൈസയും നമുക്ക് നഷ്ടേ വരുള്ളൂ. നമ്മളിപ്പോൾ ഏത് സർവീസ് സെൻ്ററിൽ പോയാലും നമ്മൾ വെറുതെ ഒന്ന് കയറ്റി കീച്ചാൽ പോലും അവർ ചെറിയൊരു കോസ്റ്റ് എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും. അപ്പോൾ നമ്മുടെ സമയം നഷ്ടം വരും അല്ലെങ്കിൽ നമുക്ക് പൈസയും നഷ്ടം വരും. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വാഹനത്തിന് വരുന്ന കംപ്ലൈൻറ്റുകളും അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ വാഹനം എന്നുള്ള കാര്യവും മനസ്സിലാക്കാനുള്ള ഒരു കഴിവും നമുക്ക് വേണം. അതിന് ചെറിയ ചെറിയ കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ തന്നെ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വാഹനം പെട്ടെന്ന് ഓടിക്കരുത്. ഒരു വിരലിൽ നമ്മളൊരു 10 വരെ എണ്ണുന്ന സമയമെങ്കിലും നമ്മൾ വാഹനം എൻജിന് കൊടുക്കണം. നമ്മൾ ആ വാഹനം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എൻജിൻ്റെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചില സമയത്ത് രാവിലെ നമ്മൾ ഓയിൽ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ AC ഒന്നും കംപ്ലീറ്റ് നമ്മൾ ഇട്ട് ഫുൾ ഫാനും സ്പീഡിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ സൗണ്ടൊന്നും നമുക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്ലാസ് ഈ ഒരു 4 ഗ്ലാസ് നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ വാഹനം ഓടിക്കുക. ആ സമയത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാകും നമ്മുടെ ബ്രേക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഡിസ്കോ കാര്യങ്ങളോ നമ്മുടെ ബ്രേക്ക് പാഡൊക്കെ തഴഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൗണ്ട് നമുക്ക് കൃത്യമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ RPM കൂടുതലുള്ള പ്രശ്നം, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഈ AC ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്നൊരു പ്രശ്നം, ബ്രേക്കിൻ്റെ ഈ ഒരു ലൈൻഡറൊക്കെ ഒരുപാട് തഴഞ്ഞതിന് ശേഷം നമുക്ക് ഡ്രം തന്നെ അല്ലെങ്കിൽ ഡിസ്ക് തന്നെ മാറ്റേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് വരിക. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ വാഹനം ഉപയോഗിക്കുമ്പോൾ വാഹനത്തിൻ്റെ A to Z കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം അങ്ങനെ ചെക്ക് ചെയ്യുന്നതോടൊപ്പം
നമ്മുടെ സുരക്ഷിതത്വം കൂടിയാണ് നമ്മൾ ഉറപ്പാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് വാഹനം എത്തിക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല, വാഹനം പതിയെ വെച്ച് നിൽക്കുന്ന ഒരവസ്ഥ വരും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം ഇല്ലാതിരിക്കാൻ നിങ്ങളെല്ലാ ആൾക്കാരും വാഹനം ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ ഡൗട്ടിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സർവീസ് സെൻറ്ററിൽ പോവുക, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക. ഇതാണ് നമ്മൾ പറഞ്ഞ ഈ ഒരു വാൾവ് കേട്ടോ. ഈ ഒരു വാൾവിന് സാരമായിട്ടുള്ള കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് മാറ്റണം.